നമസ്കാരം. 2026 ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയൊരു തരംഗം ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പുമായി ശാസ്ത്രലോകം എത്തിയിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന സൂപ്പർ എൽ നിനോ എന്ന പ്രതിഭാസമാണ് ഈ ആശങ്കയ്ക്ക് പിന്നിലുള്ളത്. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ കാലാവസ്ഥയെയും കാർഷിക മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്നും ആഗോളതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ ജലം അസാധാരണമായി ചൂട് പിടിക്കുന്ന അവസ്ഥയെയാണ് എൽ നിനോ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരുമ്പോഴാണ് അത് സൂപ്പർ എൽ നിനോയായി മാറുന്നത്. ഇത് ഒരു സാധാരണ പ്രതിഭാസമല്ല, ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അതിശക്തമായ കാലാവസ്ഥാ മാറ്റമാണ് ഇത്. 2015-16 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽ നിനോയേക്കാൾ കരുത്തുള്ളതായിരിക്കും 2026 എന്നാണ് ശാസ്ത്രലോകം ഭയക്കുന്നത്. ഇന്ത്യയുടെ ജീവരക്തമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം. രാജ്യത്തെ കൃഷിയും കുടിവെള്ള ലഭ്യതയും സാമ്പത്തിക വ്യവസ്ഥയുമെല്ലാം ഈ മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൂപ്പർ എൽ നിനോ ശക്തി പ്രാപിക്കുന്നതോടെ ഇന്ത്യയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. 2026 സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പ്രവചനം. അതായത് കാലാവസ്ഥാ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബിലോ നോർമൽ മൺസൂൺ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇന്ത്യയിൽ കൃഷിയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും മഴയെ മാത്രം ആശ്രയിച്ചാണ് കഴിയുന്നത്. ജൂൺ മാസം മൺസൂൺ ആരംഭിക്കുമെങ്കിലും എൽ നിനോയുടെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും. ഈ സമയത്താണ് ഇന്ത്യയിൽ പ്രധാന വിളകളായ നെല്ല്, പരുത്തി, കരിമ്പ്, ചോളം എന്നിവയുടെ വളർച്ചാ കാലഘട്ടം. മഴ കുറയുന്നത് ഈ വിളകളുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കും. ഭക്ഷ്യോൽപാദനം കുറയുന്നത് വിപണിയിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കാനും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുവാനും കാരണമാകും. ഇന്ത്യയിൽ വരൾച്ചാ ഭീഷണി ഉയരുമ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിന് നേരെ വിപരീതമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ അസഹനീയമായ ചൂടും ഈർപ്പവും അനുഭവപ്പെടും. എന്നാൽ പെറു, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ അപ്രതീക്ഷിത പ്രളയത്തിന് സാധ്യതയുണ്ട്. സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്നത് കടലിലെ ജീവജാലങ്ങളെ ബാധിക്കുകയും ചുഴലിക്കാറ്റിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ഈ പ്രതിഭാസത്തിന്റെ ആഘാതം 2027 വരെ നീണ്ടു നിൽക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്തുകൊണ്ടാണ് എൽ നിനോ ഇത്ര അപകടകാരിയാകുന്നതെന്ന് നോക്കിയാൽ ഇതിന്റെ പ്രധാന കാരണം ആഗോളതാപനമാണ്. ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നത് എൽ നിനോയുടെ തീവ്രത ഇരട്ടിയാക്കുന്നുണ്ട്. ഓരോ തവണ ഈ പ്രതിഭാസം ഉണ്ടാകുമ്പോഴും അത് മുൻപത്തേക്കാളും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ കണ്ടുവരുന്ന അപ്രതീക്ഷിതമായ മഴ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണ്. ചുരുക്കത്തിൽ 2026 ഒരു പരീക്ഷണ വർഷമായിരിക്കും. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ നേരിടാൻ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത്യാവശ്യമാണ്. ജലസംരക്ഷണം, കൃഷിരീതിയിലെ മാറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തിനെ പ്രതിരോധിക്കാനുള്ള ആഗോള കൂട്ടായ്മകൾ എന്നിവയിലൂടെ മാത്രമേ ഇത്തരം വൻ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.